ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ 3 പേരുടെ ഫാമിലീസ് ഒന്നിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. പ്രോമോ വന്നിട്ടുണ്ട്. ഒനീലിന്റെ ബ്രദർ, അതേപോലെ തന്നെ ഒനീലിന്റെ അമ്മ, പിന്നെ നെവിന്റെ അമ്മ, അതേപോലെ തന്നെ നെവിന്റെ സിസ്റ്റർ, പിന്നെ ലക്ഷ്മിയുടെ അമ്മ. ഇത്രയും പേരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നാളെ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. 5 പേരാണ് ഒന്നിച്ച് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. ടാസ്കിന്റെ ഒരു പ്രോമോ ഇതിനു മുമ്പ് വന്നിരുന്നു. 3 പേരും ഒന്നിച്ചാണ് ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ടിവിറ്റി ഏരിയ ഒരുമിച്ച് പോയി നിന്നിട്ടാണ് 3 പേരും ടാസ്കുകൾ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. നാളെ നമ്മൾ ഇതൊക്കെ ലൈവിൽ കാണും. ഇപ്പൊ പ്രോമോയ്ക്ക് അത് കാണിക്കുന്ന ഇത്രയുമാണ്. ഈ ശിശിരകാലം എന്ന ഒരു സോങ്, ആ സോങ് പ്ലേ ചെയ്യുന്നു. ഇവര് എല്ലാവരും കൂടി എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ഒരു ആരവമാണ് ഈ ഒരു പ്രോമോയ്ക്കകത്ത്. എല്ലാവരും കൂടി വട്ടം കൂടി നിന്ന് വെൽക്കം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഒരു പോസിറ്റീവ് ഫീൽ ഉള്ള ഒരു പ്രോമോയാണ്. ടാസ്കിനെ പറ്റി ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നാളെ ഇവരെല്ലാവരും ഒന്നിച്ച് കയറ്റി നാളെ ഒരു ഹാഫ് ഡേയോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിൽ നോമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ടാസ്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഒനിയില്, നെവിൻ, ലക്ഷ്മി വേറെ 3 പേരുടെയും ഫാമിലീസ് നാളെ കയറുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയുടെ കുഞ്ഞ് വരുമെന്ന് ലക്ഷ്മി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാണ്. 4 വയസ്സുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ അച്ഛന്റെ ഡിക്ലറേഷൻ വേണമെന്ന് അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് കുട്ടിയെ കയറ്റിയില്ല എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് ഹൗസിന്റെ പടിവാതിൽക്ക് വരെ എത്തിയതാണ് ലക്ഷ്മിയുടെ 4 വയസ്സുള്ള ആ ഒരു കുട്ടി. പക്ഷെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് അൺഫോർച്ചുനേറ്റ്ലി പ്രവേശിക്കാനായിട്ട് പറ്റിയില്ല. തിരിച്ചയച്ചു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ലക്ഷ്മിയുടെ അമ്മ വരുന്നുണ്ട്. എന്നിരുന്നാലും ലക്ഷ്മി വളരെയധികം മിസ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ ആ ഒരു മോനെ തന്നെയാണ്. കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. ഒരുപാട് തവണ ലൈവിൽ പറയുന്നത് കേട്ടിരുന്നു മോനെ പറ്റിയൊക്കെ. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. വരാതായപ്പോൾ വളരെയധികം ഡൗൺ ആവുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം പ്രവേശിക്കാൻ പറ്റാതായി പോയതാണ്. ഡ്രസ്സ് വരെ ഇട്ട് വാതുക്കെ വന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ കയറ്റിയില്ല. ഇതൊക്കെയാണ് പ്രോമോയ്ക്കകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നത്.